എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം അധ്യായം 59 ശ്ലോകം 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31 11 ശ്ലോകങ്ങള് നമുക്ക് നോക്കാം. അതാ നരകാസുരൻ തന്റെ സൈന്യങ്ങൾ മുഴുവനും ഓടിപ്പോയത് കണ്ടപ്പോ നരകാസുരൻ തന്നെ ഭഗവാനോട് യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്നു. നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. ശൂലം ഭൗമോച്യുതം അച്യുതം ഹന്തുമാദദേ വിദധോദ്യമ തദ്വിസർഗാൽ പൂർവമേവ നരകസ്യ ശിരോഹരി അപാഹരൽ ഗജസ്ഥസ്യ ചക്രേണ ക്ഷുരനേമിന. നരകാസുരൻ ആ ശ്രീകൃഷ്ണ ഭഗവാനെ കൊല്ലാനായിട്ട് ശൂലം എടുത്തങ്ങോട്ട് പിടിച്ചു. എന്നാലോ അത് നിഷ്ഫലായി ആ ശ്രമം. എന്തുകൊണ്ടെന്നാ, ശൂലം വിടുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ ശ്രീഹരി ആനമേലിരിക്കുന്ന ആ നരകാസുരന്റെ ശിരസിനെ ഏറ്റവും മൂർച്ചയുള്ള ആ മഹാസുദർശന ചക്രം കൊണ്ട് അങ്ങോട്ട് മുറിച്ചു. ശൂലം വിടുന്നതിന് മുമ്പ് തന്നെ മുറിച്ചു. പിന്നെ എങ്ങനെയാ? സകുണ്ടലം ചാരു കിരീടഭൂഷണം ബഭൗ പൃഥിവ്യാം പതിതം സമുജ്വലൽ ഹാഹേതി സാത്വിത്യർഷയ സുരേശ്വര മാല്യേർ മുകുന്ദം വികിരന്ത ഈടിരെ. കിരീടകുണ്ടലങ്ങളാൽ അലങ്കരിക്കപ്പെട്ട നരകാസുരന്റെ ശോഭയേറിയ ശിരസ് ഭൂമിയിൽ അങ്ങോട്ട് വീണു. അപ്പോ ദേവന്മാരും ഋഷികളും ആഹാകാരം മുഴക്കി സാധു സാധു എന്ന് ഇങ്ങനെ തന്നെ വേണം, അതാണ് ശരി എന്ന് ഉച്ചരിച്ചുകൊണ്ട് പുഷ്പവർഷം ചെയ്ത് ശ്രീകൃഷ്ണനെ സ്തുതിച്ചു. തതശ്ച ഭൂ കൃഷ്ണമുപേത്യ കുണ്ടലേ പ്രതപ്ത ജാംബൂനദരത്നഭാസ്വരേ സവൈജയന്ത്യ വനമാലയാർപ്പയത് പ്രാചേതസം ഛത്രമഥോ മഹാമണിം. ആ നരകാസുരന്റെ മാതാവായ ഭൂമിദേവി അത്യുജ്വലമായിരിക്കുന്ന സ്വർണത്തിൽ പതിച്ചിരിക്കുന്ന രത്നങ്ങൾ കൊണ്ട് ശോഭിക്കുന്ന കുണ്ടലങ്ങളും പഞ്ചവർണ്ണമുള്ള പൂക്കൾ കൊണ്ട് കെട്ടിയ വനമാലയും വരുണന്റെ ഛത്രവും മഹാമേരു ശിഖരമായ മന്ദിരം എന്ന മഹാമണിയും കൃഷ്ണന്റെ കാൽക്കൽ അങ്ങോട്ട് സമർപ്പിച്ചു. എന്നിട്ട് സ്തുതിക്കുകയാണ് ഭഗവാനെ. അസ്തൗഷീദഥ വിശ്വേശം ദേവി ദേവവരാർച്ചിതം പ്രാഞ്ജലി പ്രണതാരാജൻ ഭക്തി പ്രവണയാധിയ. ഹേ രാജാവേ, അനന്തരം ഭൂമിദേവി ബ്രഹ്മാദിദേവന്മാരാൽ പൂജിക്കപ്പെടുന്ന വിശ്വനാഥനെ നമസ്കരിച്ച് അഞ്ജലി ബന്ധം ചെയ്തുകൊണ്ട് ഭക്തിപൂർവം വിനീതയായിട്ട് സ്തുതിച്ചു. ഭൂമിരുവാച നമസ്തേ നമസ്തേ ദേവദേവേശ ശംഖചക്രഗദാധര ഭക്തേച്ഛോപാത്തരൂപായ പരമാത്മൻ നമോസ്തുതേ. ഭൂമിദേവി പറഞ്ഞു, ബ്രഹ്മാദി ദേവന്മാർക്കും ഈശ്വരനായും ശംഖചക്ര ഗദാദികൾ ധരിച്ചുമിരിക്കുന്ന ഹേ ദേവ, അവിടത്തേക്ക് നമസ്കാരം. ഭക്തന്മാരുടെ അഭീഷ്ടം നൽകാനായി അവതരിച്ചിരിക്കുന്ന പരമാത്മസ്വരൂപ തിരുവടിക്ക് നമസ്കാരം. നമ പങ്കജനാഭായ നമ പങ്കജമാലിനെ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രേ. ബ്രഹ്മാവിന്റെ ഉൽപ്പത്തി സ്ഥാനമായ ആ താമരപ്പൂവ് നാഭിയിൽ ധരിച്ചിരിക്കുന്ന ഹേ ദേവ, താമരപ്പൂ കൊണ്ട് കെട്ടിയ മാല കൊണ്ട് ശോഭിക്കുന്ന ഹേ പങ്കജാക്ഷ, താമരപ്പൂ പോലെ മൃദുവായ കാലടിയോടുകൂടിയ അവിടത്തേക്ക് നമസ്കാരം. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ വിഷ്ണവേ പുരുഷായാദിബീജായ പൂർണ്ണബോധായ തേ നമഃ. നിരതിശയമായ ഐശ്വര്യത്തിന്റെ നിധാനമായും സർവ ആശ്രയമായും സർവവ്യാപിയായും ഇരിക്കുന്ന നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. ലോകങ്ങളുടെ സൃഷ്ടിക്ക് സാധനഭൂതങ്ങളായ പഞ്ചഭൂതങ്ങളാകുന്ന കാര്യങ്ങളുടെ ഉൽപ്പത്തിക്ക് മുമ്പ് തന്നെയുള്ളവനും അതിനാൽ സർവകാരണങ്ങൾക്കും കാരണവും പ്രജ്ഞാനഘനസ്വരൂപനുമായ അവിടത്തേക്ക്
നമസ്കാരം. അജായ ജനയിത്രേസ്യ ബ്രഹ്മണേ അനന്തശക്തയേ പരാപരാത്മൻ ഭൂതാത്മൻ പരമാത്മൻ നമോസ്തുതേ. സർവചരാചര സ്വരൂപമായിരിക്കുന്ന ഈ ലോകത്തെ സൃഷ്ടിച്ചവനും സ്വയം ജന്മാദിഹീനനും അനന്തശക്തനും ബ്രഹ്മസ്വരൂപനും സർവാന്തര്യാമിയും സർവഭൂതസ്വരൂപനും കാര്യകാരണമായിരിക്കുന്നവനുമായ നിന്തിരുവടിക്ക് നമസ്കാരം. ത്വം വൈ സൃക്ഷൂരജ ഉൽക്കടം പ്രഭോ തമോ നിരോധായ വിഭർഷ്യ സംവൃത സ്ഥാനായ സത്വം ജഗതോ ജഗൽപദേ കാലപ്രധാനം പുരുഷോ ഭവാൻ പര. ഹേ ലോകനാഥനായ പ്രഭു, ലോകത്തെ സൃഷ്ടിക്കാനായി ഇച്ഛിച്ച നിന്തിരുവടി രജോ ഗുണപ്രധാനമായിരിക്കുന്ന ബ്രഹ്മാവിന്റെ സ്വരൂപം ധരിച്ച് സൃഷ്ടിക്കണു. സംഹരിക്കാൻ ഇച്ഛിക്കുമ്പോൾ തമപ്രധാനമായിരിക്കുന്ന രുദ്രരൂപമെടുത്ത് സംഹരിക്കുന്നു. പരിപാലിക്കാൻ ആഗ്രഹിക്കുമ്പോൾ സത്വപ്രധാനമായിരിക്കുന്ന വിഷ്ണു രൂപം ധരിച്ച് സംരക്ഷിക്കുന്നു. കാലമായും പ്രധാനമായും ജീവനായും ഇരിക്കുന്ന നിന്തിരുവടി ഇവയാൽ അശേഷവും വ്യാപിക്കപ്പെടാത്തവനാകയാൽ അവയെല്ലാറ്റിൽ നിന്നും പരനായും ഇരിക്കുന്നു. അഹം പയോ ജ്യോതിരഥാനിലോ നഭു മാത്രാണി ദേവാ മന ഇന്ദ്രിയാണി കർത്താമകാനിത്യഖിലം ചരാചരം ത്വയി അദ്വിതീ ഭഗവൻ അയം ഭ്രമ. ഹേ ഭഗവൻ, നിന്തിരുവടിയല്ലാതെ അന്യമായിട്ടൊന്നും ഇല്ലാതിരിക്കെ ഭൂമി മുതലായിട്ടുള്ള പഞ്ചഭൂതങ്ങളും ശബ്ദാദി വിഷയങ്ങളും ഇന്ദ്രിയ അധിഷ്ഠാന ദേവകളും മനസ്സ്, ഇന്ദ്രിയങ്ങൾ, അഹങ്കാരം, ബുദ്ധി ഇവയും അടങ്ങിയ സമസ്തമായ ചരാചരവും അദ്വിതീയനായ നിന്തിരുവടിയിൽ തോന്നുന്ന ഭ്രമം മാത്രമാണ്. മുത്തുച്ചിപ്പിയെ കണ്ടിട്ട് വെള്ളിയെന്നും കയറിനെ കണ്ടിട്ട് സർപ്പമെന്നും വിചാരിച്ച് സന്തോഷിക്കുകയും ഖേദിക്കുകയും ചെയ്യുന്ന അവസരത്തില് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുമ്പോൾ മുത്തുച്ചിപ്പിയെ കൂടാതെ വെള്ളിയും കയറിനെ കൂടാതെ സർപ്പവും ഇല്ല എന്നുള്ളത് ഏതുവിധം പരമാർത്ഥമായിരിക്കുന്നുവോ അതുപോലെ ഭഗവാനെ അവിടുത്തെ പരമാർത്ഥം ധരിക്കുമ്പോൾ ഈ ലോകം നിന്തിരുവടിയിൽ നിന്ന് വേറിട്ടതല്ല എന്ന് ധരിക്കാൻ ഇടവരും. വെള്ളി മുത്തുച്ചിപ്പിയിൽ നിന്ന് ഭിന്നമായിരിക്കുന്നത് പോലെ നിന്തിരുവടിയുടെ യഥാർത്ഥ തത്വം ലോകത്തിൽ നിന്ന് ഭിന്നമായിരിക്കുന്നു എന്ന് സാരം. തസ്യാത്മജോയം തവ പാദ പങ്കജം ഭീത പ്രപന്നാർത്തിഹരോപസാദിത തൽപാലയേനം കുരു ഹസ്തപങ്കജം ശിരസ്യമുഷ്യാഖില കൽമഷാപഹം. ഹേ പ്രപന്നാർത്തിഹര, അങ്ങയാൽ ഹനിക്കപ്പെട്ട നരകാസുരന്റെ പുത്രനാകുന്നു ഈ ഭഗദത്തൻ. പിതൃവധം നിമിത്തം ഭയപ്പെട്ടിരിക്കുന്ന ഇവനെ ഞാൻ നിന്തിരുവടിയുടെ പാദപത്മത്തില് സമർപ്പിക്കണം. ഇവനെ രക്ഷിക്കണേ. സകല ദോഷങ്ങളും നശിപ്പിക്കുന്ന നിന്തിരുവടിയുടെ കരകമലം ഇവന്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണം. ഇതാ ഭൂമിദേവി പ്രാർത്ഥിക്കണം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.